എല്ലാവർക്കും B4 ബയോളജിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അടുത്തതായി പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫഞ്ചൈ. ഫംഗസുകൾ അടങ്ങിയ ഗ്രൂപ്പാണ് കിങ്ഡം ഫഞ്ചൈ. യുണീക് കിങ്ഡം ഓഫ് ദ ഹെട്രോട്രോഫിക് ഓർഗാനിസം. ഇഷ്ടംപോലെ ഹെട്രോട്രോഫിക് ഓർഗാനിസം ഉള്ള ഒരു യുണീക് കിങ്ഡമാണ് കിങ്ഡം ഫഞ്ചൈ. ദേ ആർ കോസ്മോപോളിറ്റൻ. എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവർ ഹ്യൂമിഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലും വളരുന്നതായിട്ട് കണ്ടിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രെഡ് മോൾഡ്, ബ്രെഡിലുള്ള പൂപ്പൽ, ഓർജിൻ്റെ മുകളിൽ കാണുന്ന റോട്ട്, മഷ്റൂമുകൾ, ടോഡ് സ്റ്റൂള്, ഇങ്ങനത്തെയൊക്കെ പല ടൈപ്പുള്ള ഫംഗസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈറ്റ് സ്പോട്ട് ഓൺ മസ്റ്റാർഡ് ലീവ്സ് ആർ ഡ്യൂ ടു പാരസിറ്റിക് ഫംഗസ്. ഫംഗസുകൾ പാരസിറ്റിക് ആയിട്ട് കോസ് ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്നത് മസ്റ്റാർഡ് ചെടിയിൽ ഉണ്ടാക്കുന്ന ഒരു പാരസിറ്റിക് ഫംഗസ് ആണ്. സം ഫഞ്ചൈ ആർ ദ സോഴ്സ് ഓഫ് ആന്റിബയോട്ടിക്സ്. എക്സാമ്പിൾ പെൻസിലിയം. ചില ഫംഗസ് ആന്റിബയോട്ടിക്സിന്റെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണമാണ് പെൻസിലിയം. സം യൂണിസെല്ലുലാർ ഫഞ്ചൈ, എക്സാമ്പിൾ ഈസ്റ്റ്, ആർ യൂസ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബിയർ. ഈസ്റ്റ് ഒക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അതൊരു യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ്. അത് ബ്രെഡ്, ബിയർ, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ അപ്പം പുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. Other fungi cause disease in plants and animals. Example, wheat rust causing Puccinia. ബാക്കി ചില ഫംഗസ് ഈ പറഞ്ഞ മനുഷ്യരിലും ചെടിയിലും ഒക്കെ അസുഖങ്ങൾ കോസ് ചെയ്യുന്നത്. ഉദാഹരണം വീറ്റ് റസ്റ്റ്, പക്സീനിയ എന്ന് പറയുന്ന ഫംഗസ് ഉണ്ടാക്കുന്ന വീറ്റ് റസ്റ്റ് എന്ന് പറയുന്ന അസുഖം. ഇനി ഫംഗസുകളെ പറ്റി പറയാനാണെങ്കിൽ എക്സെപ്റ്റ് ഈസ്റ്റ്, ഫഞ്ചൈ ആർ ഫിലമെന്റസ്. Their bodies consist of long, slender, thread-like structures called hyphae. ഇപ്പോൾ ഫംഗസിൻ്റെ സ്ട്രക്ചർ പറയുമ്പം ഈസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഇതുപോലെ ഫിലമെന്റസ് ആണ്. ഇവരുടെ ബോഡിയുടെ കാര്യം പറയുമ്പം ലോങ് ആയിട്ടുള്ള, സ്ലെൻഡർ ആയിട്ടുള്ള, ഇത് ത്രെഡ് പോലത്തെ സ്ട്രക്ചർ ആണുള്ളത്. ഈ ത്രെഡ് പോലത്തെ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് ഹൈഫേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരത്തിലുള്ള ഹൈഫയുടെ ഇതുപോലത്തെ നെറ്റ്വർക്ക് പോലെ കാണുന്നതിനാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ മൈസീലിയം എന്ന് പറയുന്നു. ഹൈഫേ മെയിൻ ആയിട്ട് രണ്ട് വിധമുണ്ട്, സീനോസൈറ്റിക്കും സെപ്റ്റേറ്റും. സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുമ്പം ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ട്യൂബുകളായിട്ടായിരിക്കും ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ഇഷ്ടംപോലെ ന്യൂക്ലിയസുകൾ അടങ്ങിയ സൈറ്റോപ്ലാസത്തോടു കൂടിയ ഒരു കണ്ടിന്യൂസ് ട്യൂബായിട്ടുള്ളതിനാണ് നമ്മൾ സീനോസൈറ്റിക് ഹൈഫേ എന്ന് പറയുന്നത്. എന്നാൽ രണ്ടാമത്തേതാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ദേ ഹാവ് സെപ്റ്റേറ്റ് ഓർ ക്രോസ് വാൾസ്. ഈ രണ്ടാമത്തെ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് സെപ്റ്റേറ്റ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ക്രോസ് വാളുകളുണ്ട്. ആ ക്രോസ് വാളുടെ ഇടയ്ക്ക് ഓരോ ന്യൂക്ലിയസ് വീതം വെച്ചിട്ടാണ് കാണപ്പെടുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം കൊടുത്ത ചിത്രത്തിൽ സെപ്റ്റേറ്റ് ഹൈഫേ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ക്രോസ് വാളുകളുണ്ട്. ഫംഗൽ സെൽ വാൾ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് പോളിസാക്കറൈഡ്. ഫംഗസിന്റെ സെൽ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിനും അതുപോലെ തന്നെ പോളിസാക്കറൈഡ് എന്ന മെറ്റീരിയൽ കൊണ്ടാണ്. കൂടുതലും ഫംഗസ് സാപ്രോഫൈറ്റിക് ആണ്. അതെന്ന് പറഞ്ഞാൽ അവര് ഓർഗാനിക് മാറ്റർ എല്ലാം അബ്സോർബ് ചെയ്യുന്നത് ഡെഡ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൽ നിന്നാണ്, ജീവനില്ലാത്ത വസ്തുവിൽ നിന്നാണ് അവര് ഫുഡൊക്കെ കാണുന്നത്. നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്നത് ഉണങ്ങിയ മരത്തിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. സം ആർ പാരസൈറ്റ്. എന്നാൽ ചില ഫംഗസ് ലിവിങ് ഓർഗാനിസത്തിലും കാണുന്നു. അതിനാണ് നമ്മൾ പാരസൈറ്റ് എന്ന് പറയുന്നത്. സം ലീവ് ആർ സിംബയോൺസ്. എക്സാമ്പിൾ ലൈക്കൻ. എന്നാൽ ചില ഫംഗസ് മറ്റൊരു ജീവിയായിട്ടൊരു അസോസിയേഷൻ ചെയ്താണ് കാണുന്നത്. ഉദാഹരണം പറയാനാണെങ്കിൽ രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ലൈക്കൻ, അത് ഫംഗസും ആൽഗയും, നമ്മൾ നേരത്തെ പഠിച്ച ആൽഗയും കൂടെ കൂടിയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണിത്. അപ്പൊ ഇവിടെ ഫംഗസും ഉണ്ട്, ആൽഗയും ഉണ്ട്. നമുക്കിതൊക്കെ നമ്മുടെ വീട്ടിലും മരത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു അസോസിയേഷൻ ആണ് മൈക്കോറൈസ. അവിടെ ഫംഗസും മറ്റ് ചെടികളുടെ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അതായത് ഹയർ പ്ലാന്റ്സിന്റെ റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻ ആണ്. ഈ കൊടുത്തിരിക്കുന്നത് റൂട്ടും മറ്റേ നാര് പോലെ കൊടുത്തിരിക്കുന്നത് ഫംഗസുമാണ്. അപ്പം ഇത്തരത്തില് സിംബയോട്ടിക് അസോസിയേഷൻ ഫംഗസ് മെയിനായിട്ട് രണ്ട് രീതിക്കും കാണുന്നു, ലൈക്കൻ ആയിട്ടും അതുപോലെ തന്നെ മൈക്കോറൈസ ആയിട്ടും.
ഫഞ്ചിയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റീപ്രൊഡക്ഷൻ മെയിനായിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ അസെക്ഷൽ സ്പോർസ് ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ സെക്ഷുവൽ സ്പോർസ് ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ തന്നെ നടക്കുന്നത് ബൈ ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ് എന്നീ 3 പ്രക്രിയകൾ വഴിയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ, സ്പോറാഞ്ചിയോസ്പോർസ്, സൂസ്പോർ എന്നിവ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബെസിഡിയോസ്പോർസ്. ഈ എല്ലാ വിധത്തിലുമാണ് ഫംഗസ് മെയിനായിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ്, അസെക്ഷൽ, സെക്ഷുവൽ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ ഫംഗസിന് മെയിനായിട്ട് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിംഗ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഫംഗസിന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള ഹൈഫേ, ത്രെഡ് ആയിട്ടുള്ള ഹൈഫേ പീസായിട്ട് മുറിഞ്ഞ് അത് വേറെടുത്ത് വീണിട്ട് അത് പുതിയൊരു ഹൈഫേ അവിടുന്ന് മൈസീലിയം ഒക്കെ ആയിട്ട് ഫുള്ളായിട്ട് ഉണ്ടായി വരുന്നു. അതിനാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ. പൊട്ടിപ്പോയ പീസിൽ നിന്ന് തന്നെ ഫുൾ ഫംഗസ് ഗ്രോ ചെയ്ത് വരുന്നു, ഫ്രാഗ്മെന്റേഷൻ. ഫിഷൻ. ഫിഷൻ എന്ന് പറയുമ്പോൾ മദർ സെല്ലായിട്ടുള്ള ഹൈഫയിൽ നിന്ന് അല്ലെങ്കിൽ മദർ സെല്ലിൽ നിന്ന് ഫംഗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒറ്റ സെല്ലിൽ നിന്ന് തന്നെ ഫംഗസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 2 ഈക്വൽ സെല്ലുകളായിട്ട് മാറുന്നു. ഇതാണ് ഫിഷൻ എന്ന് പറയുന്നത്. 2 സെൽ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് ബൈനറി ഫിഷൻ എന്നാണ് പറയുന്നത്. മൂന്നാമതായിട്ട് ബഡ്ഡിംഗ്. ഫംഗൽ സെല്ലിൽ നിന്ന് ഒരു ബഡ് ഫോം ചെയ്യുന്നു. ആ ബഡ് മച്ചുവർ ആവുന്നതനുസരിച്ച് ഈ പേരന്റ് പ്ലാന്റിൽ നിന്ന് ഇവിടുന്ന് മുറിഞ്ഞു മാറി വേറെടുത്ത് നിന്നിട്ട് ഈ പറഞ്ഞിട്ട് ഒരു ഫങ്ഷണൽ മദർ സെല്ലായിട്ട് മാറി വരുന്നു, ഒരു ഫങ്ഷണൽ ഫുൾ ഓർഗാനിസം ആയിട്ട് മാറി വരുന്നു. ബഡ്ഡിങ് ഈസ്റ്റിലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഫിഷനും ഏകകോശ ജീവിയായിട്ടുള്ള ഈസ്റ്റിലാണ് നമ്മൾ കാണുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബൈ സ്പോർസ് സച്ച് ആസ് കൊനീഡിയ, സ്പോറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. 3 വിധത്തിലുള്ള സ്പോറുകളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഒരു ഹൈഫയിൽ നിന്ന് കൊനീഡിയ 4 എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവുന്നു. അവിടുന്ന് കൊനീഡിയ എന്ന് പറയുന്ന ഇഷ്ടം പോലെയുള്ള സ്പോറുകൾ ഉണ്ടാവുന്നു. ആ സ്പോർ ഒരിടത്ത് വീണ്ടും ജെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ ഹൈഫേ ആയിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെ കൊനീഡിയ വഴിയുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ. സ്പോറാഞ്ചിയോസ്പോർ എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള കൂണ് കാര്യങ്ങളിൽ നിന്ന് സ്പോർ റിലീസ് ചെയ്യുന്നു. അത് വീണ്ടും ജെർമിനേറ്റ് ചെയ്തിട്ട് ഒരു ഹൈഫേ ആയിട്ട് മാറുന്നു, തിരിച്ച് അതേ സ്ട്രക്ചറിലേക്ക് എത്തുന്നു, സ്പോറാഞ്ചിയോസ്പോർ. സൂസ്പോറിന്റെ കാര്യം പറയുമ്പം ഇവിടെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഒരു കൊനീഡിയ സ്പോറാഞ്ചിയം ആ സെല്ല് മച്ചുവർ ചെയ്തിട്ട് ഇഷ്ടംപോലെ അതിൻ്റെ അകത്ത് സൂസ്പോറുകൾ ഉണ്ടാവും. ആ സൂസ്പോറുകൾ മെയിൻ ആയിട്ടുള്ള മദർ സെല്ല് പൊട്ടി ഇഷ്ടംപോലെ എണ്ണം പുറത്തു വരും. അവിടുന്ന് ആ സെല്ല് ജെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇതേ പറഞ്ഞുള്ള സെല്ലായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഹൈഫേ ആയിട്ട് മാറുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതെല്ലാം വിധത്തിലാണെന്ന് നമുക്ക് നോക്കാം. ബൈ ഊസ്പോർ, ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ. 3 വിധത്തിലാണ്. ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് അതേ ഫംഗസ് പൂർണ്ണ രൂപത്തിലെത്തുന്നു. ആസ്കോസ്പോർ എന്ന് പറയുമ്പം ആസ്കോ കാർപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പോറുകളാണ് ആസ്കോ സ്പോർസ്. അതുപോലെ തന്നെ ബെസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ റിലീസ് ചെയ്യുന്ന സ്പോറുകളാണ് ബെസിഡിയോസ്പോർ. ഈ 3 വിധത്തിലാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. They are produced in distinct structures called fruiting bodies. ഇത്തരത്തിലുള്ള സ്പോറുകൾ, ഊസ്പോർ, ആസ്കോസ്പോർ, ബെസിഡിയോസ്പോർ, ഇത്തരത്തിലുള്ള സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറുകൾക്കാണ് നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. ആദ്യത്തെ ചിത്രം നോക്കുവാണെങ്കിൽ ഇതാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. ഇവിടെയാണ് സ്പോർ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ചിത്രത്തിൽ ഇതാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. മൂന്നാമത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ ബെസിഡിയം, ഈ സ്ട്രക്ചറാണ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി. സെക്ഷൽ റീപ്രൊഡക്ഷന്
3 സ്റ്റെപ്പുകളുണ്ട്. 3 സ്റ്റെപ്സ് ഓഫ് സെക്ഷുവൽ സൈക്കിൾ. പ്ലാസ്മോഗമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 motile or non-motile gametes. ഇവിടെ ആദ്യം തന്നെ മോട്ടൈൽ എന്ന് പറയുമ്പം നീങ്ങാൻ പറ്റുന്നത് അല്ലെങ്കിൽ മൂവ്മെന്റ് ഉള്ളത്, നോൺ മോട്ടൈൽ എന്ന് പറയുമ്പോൾ മൂവ്മെന്റ് ഇല്ലാത്തത്. ഇത്തരത്തിലുള്ള ഗമീറ്റ്സിന്റെ ന്യൂക്ലിയസ് അല്ലാത്ത ആ ഒരു ഗമീറ്റിന്റെ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. രണ്ടാമത് കാരിയോഗമി, ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയൈ, അതിനുശേഷം 2 ന്യൂക്ലിയസ് കൂടി ചേരുന്നു. മൂന്നാമതായി മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഇൻ ഹാപ്ലോയിഡ് സ്പോർ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പ്ലാസ്മോഗമി, അത് കഴിഞ്ഞ് സെല്ല് കൂടി ചേർന്നു, പിന്നെ ന്യൂക്ലിയസ് കൂടി ചേർന്ന് കാരിയോഗമി, അവിടുന്ന് സൈഗോട്ട് ഉണ്ടാവുന്നു. ആ സൈഗോട്ടിൽ മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോറുകൾ ഉണ്ടാവുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഹൈഫൈകൾ ഉണ്ടാകുന്നു, പ്ലസ് മൈനസ് ട്രെയിനുകളൊക്കെ ഉള്ള ഹൈഫൈ ഉണ്ടാകുന്നു. അവിടുന്ന് വീണ്ടും ആ 2 വ്യത്യസ്തമായിട്ടുള്ള ഹൈഫൈ കൂടി ചേരുന്നു പ്ലാസ്മോഗമി, അതിന് ന്യൂക്ലിയസ് കൂടി ചേരുന്നു കാരിയോഗമി. ഇതിങ്ങനെ സൈക്കിള് നടന്നുകൊണ്ടിരിക്കുന്നു. In sexual reproduction, 2 haploid hyphae come together and fuse. Sexual reproduction സമയത്ത് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഹൈഫേ ഒന്നിച്ചു വന്ന് ഫ്യൂസ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് എന്ന് പറയുമ്പം അവിടെ ക്രോമോസോം നമ്പർ റിഡ്യൂസ്ഡ് ആയിട്ടായിരിക്കും കാണുന്നത്. In some fungi, fusion of 2 haploid cells immediately result in diploid cells, 2N. നമുക്കത് എന്താണെന്ന് നോക്കാം. ഇത്തരത്തിലുള്ള ഫംഗസിന്റെ നമുക്ക് ഇവിടെ തുടങ്ങാം. ബെസീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ബെസീഡിയംസ് ഉണ്ട്. ഒരു പ്ലസ് ടൈപ്പ്, മൈനസ് ടൈപ്പ്. അവരിൽ തന്നെ ബെസീഡിയോസ്പോറുകൾ വഴി നമുക്ക് നോക്കുമ്പോൾ ഏകദേശം വ്യത്യസ്തമായിട്ടുള്ള മൈസീലിയൽ ഹൈഫൈ ഉണ്ടാവുന്നു. കണ്ടോ, ഇവിടെ ചുവപ്പും നീലയുമായിട്ട് കൊടുത്തിരിക്കുന്നു. അത്തരത്തിലുള്ള ഹൈഫൈ കൂടിച്ചേരുന്നു. ഈ പറഞ്ഞ പോലെ ഈ രണ്ടും കൂടെ കൂടിച്ചേരുന്നതിനാണ് നമ്മൾ ഇതിന്റെ പ്രോട്ടോപ്ലാസം ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞത്. അതിനുശേഷം ആ ഡൈകാരിയോട്ടിക് മൈസാലും N+N കണ്ടീഷനാണ്. കാരണം ന്യൂക്ലിയസ് ഇവിടെ കൂടിച്ചേർന്നിട്ടില്ല, പക്ഷെ സ്റ്റിൽ സെല്ലുകൾ പ്രോട്ടോപ്ലാസം കൂടിച്ചേർന്നാണ് കാണുന്നത്. ഇനി അവിടുന്ന് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്നു, ബെസിഡിയോ കാർപ്പ്, ബെസിഡിയം ഉണ്ടാക്കുന്നു. അവിടെയും കണ്ടോ ന്യൂക്ലിയസ് കൂടിച്ചേരാത്ത അവസ്ഥയാണ്. എന്നിട്ടാണ് ഫെർട്ടിലൈസേഷൻ, അതിനാണ് നമ്മൾ കാരിയോഗമി, ന്യൂക്ലിയസ് കൂടിച്ചേരുന്നു. ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ അവിടെയാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആവുന്നത്. അതുവരെ ഡൈകാരിയോട്ടിക് എന്ന് പറയുന്ന ഒരു ഇടയ്ക്കൊരു ഫേസ് ഉണ്ട്. ഡിപ്ലോയിഡ് കണ്ടീഷൻ ആവുന്നു, ന്യൂക്ലിയസുകൾ കൂടിച്ചേരുന്നു. ഫ്യൂസ്ഡ് ന്യൂക്ലിയുള്ള കണ്ടീഷനാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും മിയോസിസ് അഥവാ റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് ഈ ഫ്യൂസ്ഡ് ന്യൂക്ലിയിൽ നിന്നാണ് വീണ്ടും ബെസിഡിയോസ്പോറുകൾ ഇഷ്ടം പോലെ എണ്ണം ഉണ്ടാവുന്നത്. ഇത് ഈ സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഹാപ്ലോയിഡ് കഴിഞ്ഞ ഉടനെ ഡൈകാരിയോട്ടിക് എന്ന് പറയുന്ന ഒരു ഫേസ് ഉണ്ട്. അതിനുശേഷം ഡിപ്ലോയിഡ്, വീണ്ടും ഹാപ്ലോയിഡ് ഫേസ്. ഇപ്പുറത്തെ ചിത്രത്തിൽ നോക്കുമ്പോൾ ഒരു ഫംഗസിന്റെ ഡയഗ്രമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ പാർട്ടുകൾ മൈസീലിയം, സ്റ്റെമ്മ്, ക്യാപ്പ്, സ്പോറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡി, അതിന്റെ താഴെ ഗിൽസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. In Ascomycetes and Basidiomycetes, a dikaryotic stage or dikaryophase N+N, that is 2 nuclei per cell, occurs. Such condition is called a dikaryon. നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെ ഡൈകാരിയോട്ടിക് എന്ന് പറയുന്ന കണ്ടീഷൻ ഇടയ്ക്കുണ്ട്. ഈ പറഞ്ഞ ആസ്കോമൈസെറ്റസ് അല്ലെങ്കിൽ ബെസിഡിയോമൈസെറ്റസ് എന്ന് പറഞ്ഞ 2 ഗ്രൂപ്പ് ഫംഗസിന്. കാരണം അവർക്ക് ന്യൂക്ലിയസ് കൂടിച്ചേരാതെ എന്നാൽ 2 ന്യൂക്ലിയസ് വീതം കാണുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൈകാരിയോൺ എന്ന് പറയുന്നത്. ലേറ്റർ പാരന്റൽ ന്യൂക്ലിയൈ ഫ്യൂസ് ആൻഡ് സെൽസ് ബിക്കം ഡിപ്ലോയിഡ്. ഇനി അങ്ങനെ രണ്ടെണ്ണമായിട്ട് നിൽക്കുന്ന ന്യൂക്ലിയസ് പിന്നെ കൂടിച്ചേരുന്നു. ഇത് ഇവിടെ കണ്ടിട്ടില്ലേ, കൂടിച്ചേരുന്നു. അതിനാണ് നമ്മൾ ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഫംഗൈ form fruiting bodies in which reduction division occurs, leading to formation of haploid spore. എന്നിട്ട് ഇത്തരത്തിൽ ഡിപ്ലോയിഡ് ആയി കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുന്നു. ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നാണ് ഈ പറഞ്ഞ മിയോസിസ് കഴിഞ്ഞിട്ട് റിഡക്ഷൻ ഡിവിഷൻ കഴിഞ്ഞേച്ച് ഈ പറഞ്ഞ സ്പോറുകൾ ഇതിന്റെ അറ്റത്തായിട്ടായിരിക്കും കാണുന്നത്. ഫംഗൈയുടെ ക്ലാസിഫിക്കേഷൻ, ഫംഗൈ എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം.
Based on the morphology of mycelium, mode of spore formation and fruiting bodies, fungi are classified as follows. മൈസീലിയത്തിന്റെ മോർഫോളജി എങ്ങനെയാണോ, ഇതിന്റെ സ്പോറിന്റെ ഫോർമേഷൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ ഇതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയുടെ സ്ട്രക്ചർ കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിലും ഫഞ്ചൈ മെയിനായിട്ട് എങ്ങനെയൊക്കെ തിരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 4 ക്ലാസ്സുകളുണ്ട് ഫഞ്ചൈക്ക്. ഫൈക്കോമൈസെറ്റസ്, ആസ്കോമൈസെറ്റസ്, ബെസിഡിയോമൈസെറ്റസ്, ഡ്യൂട്ടറോമൈസെറ്റസ്. മെയിനായിട്ട് 4 ഗ്രൂപ്പ് 4 ക്ലാസ്സുകൾ ഓഫ് ഫഞ്ചൈയാണ് ഉള്ളത്. ആദ്യത്തെ ഫൈക്കോമൈസെറ്റസ്, ആസ്കോമൈസെറ്റസ്, ബെസിഡിയോമൈസെറ്റസ്, ഡ്യൂട്ടറോമൈസെറ്റസ്. നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. ഫൈക്കോമൈസെറ്റസ് ആദ്യത്തെ ഗ്രൂപ്പ് വരെയുള്ള ലോവർ ഫഞ്ചൈ എന്നാണ് അറിയപ്പെടുന്നത്. They occur in aquatic habitats and on decaying wood in moist and damp places or as obligate parasite on plants. ഇവരെ നമുക്ക് അക്വാട്ടിക് ആയിട്ടുള്ള വെള്ളമുള്ള കണ്ടീഷനിലും അതുപോലെ തന്നെ ഡീക്കേ ആയിട്ട് ചീഞ്ഞുകൊണ്ടിരിക്കുന്ന തടിയിലും മോയിസ്റ്റും ഡാമ്പും പ്ലേസുകളിലൊക്കെ നമുക്ക്, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഓൺ പ്ലാന്റ്സ്. ഒബ്ലിഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരെ പാരസൈറ്റിക് ആയിട്ട് നമുക്ക് പ്ലാന്റ്സിനെ ഫീഡ് ചെയ്യുന്ന ഫംഗസ് ആയിട്ട് നമുക്ക് കാണാം. The mycelium is aseptate and cenocytic. ഈ ഫൈക്കോമൈസെറ്റസിന്റെ ഫംഗസിന്റെ കാര്യം പറയുമ്പോൾ കണ്ടു, ഇവർക്ക് ക്രോസ് വാളുകളില്ല, അസെപ്റ്റേറ്റ് ആണ്, അതുപോലെ തന്നെ സീനോസൈറ്റിക്. ഇതിനകത്ത് ഫ്രീ ആയിട്ട് ന്യൂക്ലിയസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. സീനോസൈറ്റിക് ഹൈഫയാണ്. ഉദാഹരണമാണ് മ്യൂക്കർ, റൈസോപ്പസ്, ബ്രെഡ് മോൾഡ്. ബ്രെഡിലൊക്കെ കാണുന്നത് ഇതാണ് റൈസോപ്പസ്. ആൽബുഗോ, ചെടിയിലൊക്കെ കാണുന്ന പാരസിറ്റിക് ഫഞ്ചി ഓൺ മസ്റ്റാർഡ്. മസ്റ്റാർഡ് ചെടിയിലും ഒക്കെ കാണുന്ന ആൽബുഗോ എന്ന് പറയുന്ന ഫംഗസ് കണ്ടോ. മ്യൂക്കർ, ബ്രെഡിലുണ്ടാകുന്ന പൂപ്പൽ റൈസോപ്പസ്, പിന്നെ ആൽബുഗോ ചെടിയിൽ കാണുന്നത്. ഇവരുടെ റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സ്പൊറാഞ്ചിയം പ്രൊഡ്യൂസിങ് സൂസ്പോർ. സൂസ്പോർ വഴിയാണ് ഫൈക്കോമൈസെറ്റസ് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ പ്രൊമറ്റാൻജിയ, അതായത് ഡയറക്റ്റ് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് ഹൈഫൈ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഫൈ വന്ന് ഫ്യൂസ് ചെയ്തിട്ടുള്ള ഫോർമേഷൻ വഴിയാണ് ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. ബൈ മോട്ടൈൽ സൂസ്പോർസ് ഓർ നോൺ മോട്ടൈൽ അപ്ലാനോസ്പോർ. മോട്ടൈൽ ആയിട്ടുള്ള സൂസ്പോർ വഴിയോ അല്ലെങ്കിൽ നോൺ മോട്ടൈൽ ആയിട്ടുള്ള അപ്ലാനോസ്പോർ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. സ്പൊറാഞ്ചിയത്തിലാണ് ഇത്തരത്തിലുള്ള സ്പോറുകൾ ഉണ്ടാവുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കാര്യം പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് 2 ഗമീറ്റ്സ് ഫ്രം സൈഗോസ്പോർ. 2 ഗമീറ്റുകൾ സൈഗോസ്പോർ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ ഉണ്ടാവുന്നു. ഫ്യൂഷൻ ഓഫ് 2 ഗമീറ്റ്സ്. അതുകൊണ്ട് ഇവിടെ പ്രൊമറ്റാൻജിയ എന്ന് പറയുന്ന 2 ഗമീറ്റിക് ആയിട്ടുള്ള ഫോംസ് ഫോം ചെയ്തിട്ട് ഗമീറ്റാൻജിയ ഫോം ചെയ്യുന്നു. അവിടെ നിന്ന് തന്നെ സൈഗോസ്പോർ ഉണ്ടാവുന്നു. Gametes are isogamous similar or anisogamous or oogamous dissimilar. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഐസോഗമീറ്റ്സ് വേണമെങ്കിൽ ഐസോഗാമസ് ഒരുപോലത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ അനൈസോഗാമസോ ഊഗാമസോ ഡിസിമിലർ ടൈപ്പ് ആയിട്ടുള്ളതോ ആവാം. ആസ്കോമൈസെറ്റസ് രണ്ടാമത്തേതാണ്. ആസ്കോമൈസെറ്റസ് അല്ലെങ്കിൽ നമ്മൾ സാക് ഫഞ്ചൈ എന്ന് പറയും. ഈസ്റ്റ് ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഈസ്റ്റ്, പെൻസിലിയം ഒക്കെ യൂണിസെല്ലുലാർ ആയിരിക്കും. അതിന് ഉദാഹരണമാണ് ഈസ്റ്റ്, സക്കാറോ. ഈസ്റ്റിന്റെ പേരാണ് സക്കാറോമൈസസ്. അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫോം ഉണ്ട്. എക്സാമ്പിൾ പെൻസിലിയം. മൈസീലിയം ബ്രാഞ്ച്ഡ് ആണ്, അതുപോലെ തന്നെ സെപ്റ്റേറ്റ് ആണ്. ഇതുപോലെ കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ വ്യത്യാസമുണ്ട്. ഇവർക്ക് ഈ ഗ്രൂപ്പിൽ വരുന്ന ഫംഗസിനൊക്കെ ക്രോസ് വാളുകളുണ്ട്. സെപ്റ്റേറ്റ് ഹൈഫയാണ്. They are saprophytic, decomposers, parasitic and coprophilous growing on dung. ഇവരെ സാപ്രോഫൈറ്റിക് ആയിട്ട് ഡെഡിൽ മാത്രം വളരുന്ന ഗ്രൂപ്പുകാരുണ്ട്. ഡീകമ്പോസേഴ്സ് ആണ്, വസ്തുക്കളെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. പാരസിറ്റിക് ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്നവരുണ്ട്. അതുപോലെ തന്നെ കോപ്രോഫിലസ്, ഈ പറഞ്ഞ പശുവിന്റെ ചാണകത്തിലൊക്കെ വളരുന്ന ടൈപ്പ് ഫംഗസും ഈ പറഞ്ഞ ആസ്കോമൈസെറ്റസുകളാണ്. Asexual reproduction by Conidia produced exogenously on the special mycelium called conidiophore. ഇത്തരത്തിലുള്ള കൊനീഡിയോഫോറുകൾ ഉണ്ടാകുന്ന കൊനീഡിയ വഴി ആണ് ഇവര് അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്.
കൊനീഡിയ ജെർമിനേറ്റ് ടു പ്രൊഡ്യൂസ് മൈസീലിയം. ഇത്തരത്തിൽ വീഴുന്ന ഈ കൊനീഡിയോസ്പോറുകൾ വീണിട്ടാണ് പുതിയ മൈസീലിയങ്ങൾ ഉണ്ടാകുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം ബൈ ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ്ഡ് എൻഡോജീനിയസ്ലി ഇൻ സാക് ലൈക്ക് ആസ്കൈ, അസൈ എന്ന് വേണമെങ്കിലും പറയാം, ആസ്കസ്. ഈ ആസ്കോസ്പോറുകൾ പുറത്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതില്ല? സാക്ക് ലൈക്ക് എന്ന് പറയുമ്പോൾ ഒരു കവറിംഗ് ടൈപ്പ്, അത്തരത്തിലുള്ള കവറിംഗ് ടൈപ്പ് ഉള്ള ഒരു ഫുഡിംഗ് ബോഡിയിലാണ് ഈ പറഞ്ഞ ആസ്കോസ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അസൈ ആർ അറേഞ്ച്ഡ് ഫോം ആസ്കോകാർപ്പ്. ഇതിന്റെ ഈ ആദ്യത്തെ കാണിച്ച ചിത്രത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാം ഇഷ്ടംപോലെ അസൈ. ഈ അസൈ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മച്ചുവർ ആയിട്ടുള്ളത് കൊണ്ട്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഹൈഫൈ ഉണ്ട്, അതിൽ തന്നെ മച്ചുവർ ആയിട്ടുള്ള അസൈ ഫോം ചെയ്യുന്നുണ്ട്, ഡെവലപ്പിംഗ് മ്യൂട്ടിക് അസൈകളും ഉണ്ട്. അപ്പൊ ഈ അസൈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പറഞ്ഞുള്ള ഒരു ആസ്കോകാർപ്പ് എന്നുള്ള ഇത്തരത്തിലുള്ള ആസ്കോകാർപ്പ് എന്നുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഫോം ചെയ്യുന്നത്. ഈ അസൈയിൽ നിന്നാണ് ഈ രീതിക്കുള്ള ആസ്കോസ്പോറുകൾ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളുകൾ: ആസ്പെരഗില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഇതൊക്കെയാണ് ഈ ഗ്രൂപ്പിൽ വരുന്ന ആസ്കോമൈസെറ്റസ് ആയിട്ടുള്ള ഫംഗസ്. ന്യൂറോസ്പോറ ഈസ് യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. ബയോകെമിക്കലും ജനറ്റിക് വർക്കിനൊക്കെ ന്യൂറോസ്പോറ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മൊറൽസ് ആൻഡ് ട്രഫിൾ എന്നൊക്കെ പറയുന്ന 2 ടൈപ്പ് ഫംഗസുകൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, എഡിബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുണ്ട്, ഡെലിക്കേഷ്യസ് ആണ്. മൂന്നാമത്തെ ഗ്രൂപ്പാണ് ബെസിഡിയോമൈസെറ്റസ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മഷ്റൂമുകൾ, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഫഞ്ചേ, അല്ലെങ്കിൽ പഫ് ബോൾ. കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് മഷ്റൂമുകളാണ്. ഇവരൊക്കെ വരുന്നത് ബെസിഡിയോമൈസെറ്റസ് ഗ്രൂപ്പിലാണ്. They grow in soil, on logs and tree stems and in living plant bodies as parasite. ഇവർ മെയിനായിട്ട് മണ്ണിൽ കാണാം, തടിയിൽ കാണാം, ഈ മരക്കുറ്റിയിൽ, ട്രീ സ്റ്റെമ്പ് എന്ന് പറയുമ്പോൾ മരക്കുറ്റിയെ കാണാം. അതിന് ലീവിങ് ബോഡി, പ്ലാന്റ് ബോഡീസിലൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. പാരസൈറ്റ് ആയിട്ട് കാണാം. മൈസീലിയം ഇവിടെ ബ്രാഞ്ച്ഡ് ആണ്. അതുപോലെ തന്നെ സെപ്റ്റേറ്റ് ആണ്. സെപ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഇതുപോലെ ക്രോസ് വാളുകളുണ്ട്. The asexual spores are generally not found, but vegetative reproduction by fragmentation is common. ഇവർക്ക് അസെക്ഷൽ സ്പോർ കാണുന്നില്ല, പക്ഷെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. Sex organs are absent, but plasmogamy occur by fusion of 2 vegetative or somatic cells of different strains or genotypes. The resultant structure is dikaryotic. It gives rise to basidium. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മഷ്റൂമിന്റെ കാര്യം നോക്കുകയാണ്. മഷ്റൂമിന്റെ താഴെയായിട്ട് ഗിൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈ ഗിൽ എന്ന് പറയുന്ന ഭാഗത്തിലാണ്, ഇതിനാണ് ഫ്രൂട്ടിംഗ് ബോഡി, ബെസിഡിയോ കാർപ്പ് എന്നാണ് ഈ ഫുൾ സാധനത്തിന് പറയുന്നത്. ഇവിടെ ഗിൽസിന്റെ അകത്താണ് ഈ പറഞ്ഞ ബെസീഡിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബെസീഡിയ അറ്റത്തായിട്ടാണ് ബെസീഡിയോ സ്പോറുകൾ കാണപ്പെടുന്നത്. ഇവിടെ വേറെ ചിത്രം കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ എടുക്കുന്ന കണ്ടോ. ഇതുപോലത്തെ അകത്ത് ഇങ്ങനെ മടക്കായിട്ട് കാണുന്നതാണ് ബെസീഡിയ. ഈ ബെസീഡിയയുടെ ഉള്ളിലായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ട് ബെസീഡിയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ബെസീഡിയത്തിന്റെ അറ്റത്താണ് സ്പോറുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് സെക്സ് ഓർഗൻ ഇല്ല, പക്ഷേ പ്ലാസ്മോഗാമി, ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഉണ്ടാകുന്നുണ്ട്. 2 വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ സൊമാറ്റിക് സെൽ ഓഫ് ഡിഫറെന്റ് സ്ട്രെയിൻസ് അല്ലെങ്കിൽ ജീനോടൈപ്പ് വഴി. എന്നിട്ട് ഉണ്ടാവുന്ന സ്ട്രക്ചർ ഡൈകാരിയോട്ടിക് ആയിരിക്കും. അതായത് N+N കണ്ടീഷൻ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂക്ലിയസ് കൂടി ചേരാതെ 2 ന്യൂക്ലിയസ് ഉള്ള കണ്ടീഷൻ ആയിരിക്കും. എന്നിട്ട് അവിടെ നിന്നാണ് ഈ പറഞ്ഞുള്ള ഒരു ബെസീഡിയം ഫോം ചെയ്യുന്നത്. Karyogymy and meiosis occur in basidium, producing 4 basidiospore exogenously. പുറത്തേക്ക്, എക്സോജീനസ് എന്ന വാക്കിനർത്ഥം പുറത്തേക്ക്. അത് നേരത്തെ പറഞ്ഞ എൻഡോജീനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തുനിന്ന്, അങ്ങനെയാണ്. ഇനി കാരിയോഗമി മിയോസിസ് നടന്നിട്ട് ഇത്തരത്തിലുള്ള ബെസീഡിയം എന്ത് ചെയ്യും? 4 ബെസീഡിയോസ്പോറുകൾ ഉണ്ടാക്കുന്നു. Basidia are arranged in fruiting bodies called basidiocarp.
ബെസിഡിയോ കാർപ്പിലായിട്ടാണ് ഈ പറഞ്ഞോള് ബെസിഡിയ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എക്സാമ്പിൾ ആണ് അഗാരിക്കസ്, അസ്റ്റിലേഗോ, പക്സീനിയ. അഗാരിക്കസ് നമ്മുടെ കോമൺ മഷ്റൂം, അസ്റ്റിലേഗോ എന്ന് പറയുന്ന സ്മട്ട് ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പക്സീനിയ ഒരു റസ്റ്റ് ഫംഗസ് ആണ്. ഈ വെള്ളപ്പാണ്ട് പോലെയൊക്കെ ചെടികളിൽ കോസ് ചെയ്യുന്ന ഒരു ഫംഗസ് ആണ് പക്സീനിയ. നാലാമത്തെ ഗ്രൂപ്പാണ് ഡ്യൂട്ടറോമൈസെറ്റസ്, commonly known as imperfect fungi because only their asexual or vegetative phase is known. ഈ ഗ്രൂപ്പുകാരെ നമ്മൾ കോമൺലി അറിയപ്പെടുന്നത് ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നാണ്. കാരണം ഇവർക്ക് അസെക്ഷലോ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. When perfect sexual stages were discovered, they were often moved to Ascomycetes or Basidiomycetes. ഇവർക്ക് ഇനി അഥവാ സെക്ഷൽ സ്റ്റേജ് കാണപ്പെടുന്നുണ്ടെങ്കിൽ ഇവരെ നേരെ ആസ്കോമൈസെറ്റസ് അല്ലെങ്കിൽ ബെസിഡിയോമൈസെറ്റസ് ഗ്രൂപ്പിലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. It is also possible that the asexual and vegetative stage have been given one name placing under Deuteromycetes and the sexual stage another name placing under another class. When the linkages were established, the fungi were correctly identified and moved out of Deuteromycetes. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്ഷലും അസെക്ഷലും വെജിറ്റേറ്റീവും മാത്രം ഫേസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫംഗസിനെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്നറിയപ്പെടുന്നത്. ഇനി അഥവാ സെക്ഷൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ ഇതിനെ മെയിൻ ആയിട്ട് ഇതിന് തൊട്ട് മുന്നിലത്തെ അസ്കോമൈസെറ്റസ് അല്ലെങ്കിൽ ബെസിഡിയോമൈസെറ്റസ് ഗ്രൂപ്പിലായിട്ടാണ് കാണപ്പെടാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഫംഗസുകൾ മെയിൻലി ഡ്യൂട്ടറോമൈസെറ്റസ് എന്നൊരു ഗ്രൂപ്പിൽ പോകും. ഏത് ഫംഗസ് ആണോ അതിന് വെജിറ്റേറ്റീവും അസെക്ഷലും മാത്രം സ്റ്റേജ് ഉള്ളത് അവരെല്ലാം ഡ്യൂട്ടറോമൈസെറ്റസിൽ വരും. അഥവാ ആ ഫംഗസിന് സെക്ഷൽ സ്റ്റേജ് ഉണ്ടെങ്കിൽ അത് തൊട്ട് മുന്നിലത്തെ ആസ്കോമൈസെറ്റസിലോ ബെസിഡിയോമൈസെറ്റസ് ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുക. Deuteromycetes reproduce only by asexual spore, കൊനീഡിയ. അസെക്ഷൽ സ്പോർ ആണ്, ഇവർക്കും കൊനീഡിയാണ്. മൈസീലിയം നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റേറ്റ് ആണ്, ക്രോസ് വാളുകളുണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ച്ഡ് ആണ്. സം ആർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്, ഡെഡ് ആയിട്ടുള്ള കാണുന്ന ഡ്യൂട്ടറോമൈസെറ്റസ് ഉണ്ട്, അതുപോലെ തന്നെ ലീവിങ്ങിൽ വളരുന്ന പാരസൈറ്റിക് ആയിട്ടുള്ള ഫംഗസുകളുണ്ട്, ഡ്യൂട്ടറോമൈസെറ്റസുകളുണ്ട്. മജോറിറ്റി ആർ ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ സൈക്ലിംഗ്. കൂടുതലും ഡ്യൂട്ടറോമൈസെറ്റസിൽ ഉൾപ്പെടുന്ന കൂടുതൽ ഫംഗസുകളും ഡീകമ്പോസറുകളാണ്. അതായത് വസ്തുവിനെ ഡീകമ്പോസ് ചെയ്ത് മണ്ണിന് അലിഞ്ഞു ചേർക്കാൻ സഹായിക്കുന്നു, അതുപോലെ തന്നെ മിനറൽ സൈക്ലിങ്ങിന് സഹായിക്കുന്നു. ഉദാഹരണങ്ങളാണ് ഓൾട്ടർനേരിയ, കൊളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡെർമ.